തൃശ്ശൂർ ടൗൺ എത്താറായി. ഒരു യൂസ്ഡ് കാർ ഷോറൂമാണ് നമ്മളീ കാണുന്നത്. വിൽക്കാനുള്ള കാറുകൾ നിരത്തിയിട്ടിരിക്കുന്നു. ഇന്നത്തെ കാലാവസ്ഥ അനുകൂലമായതിനാൽ യാത്ര വളരെ മനോഹരമായിരുന്നു. റോഡിൻ്റെ ഇടത് സൈഡിൽ നീല പിങ്ക് നിറത്തിലുള്ള പ്രൈവറ്റ് ബസ്സുകൾ നിരത്തിയിട്ടിരിക്കുന്നത് കാണാം. സർവീസിന് ഇടവിലുള്ള സമയത്താണ് ഇവിടെ ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ബസ്സിൻ്റെ വൃത്തി കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വളരെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികളാണെന്ന്. റോഡ് സൈഡിൽ നമുക്ക് ധാരാളം പരസ്യ ബോർഡുകൾ കാണാൻ കഴിയും. എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരസ്യ ബോർഡുള്ളത് ഇവിടെയാണെന്നാണ്. മറ്റെവിടെയും ഞാൻ ഇത്രത്തോളം പരസ്യ ബോർഡുകൾ കണ്ടിട്ടേയില്ല. നമുക്ക് ഈ കാഴ്ചയിൽ അറിയാമല്ലോ, എല്ലാ സ്ഥലങ്ങളും ഓരോ 50 മീറ്റർ വിടുമ്പോഴും ഇവിടെ പരസ്യ ബോർഡുകൾ കാണാൻ കഴിയുന്നുണ്ട്. ബസ് ഇപ്പോൾ അടുത്തൊരു സ്റ്റോപ്പിലെത്തി. കണ്ടക്ടർ എല്ലാ സ്റ്റോപ്പിലും ഇറങ്ങി നിന്ന് സ്ഥലപ്പേര് വിളിച്ച് പറയുന്നുണ്ട് ഏതാണ് സ്ഥലമെന്ന്. പുതിയ യാത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയായിരിക്കാം. ബസ്സിൽ തിരക്ക് വളരെ കുറവായിരുന്നു. പൊതുവെ അങ്ങനെ ആയിരിക്കാമെന്ന് അറിയത്തില്ല. പക്ഷേ ഇന്ന് ഈ ട്രിപ്പിൽ തിരക്ക് നന്നേ കുറവായിരുന്നു. ഡ്രൈവറും കണ്ടക്ടറും അടക്കം ഇപ്പോൾ ഈ ബസ്സിൽ 2 സ്റ്റാഫുകൾ മാത്രമാണ് ഉള്ളത്. കൊറോണ കൊണ്ടുവന്ന ഓരോ മാറ്റങ്ങളെ. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ റൗണ്ട് എത്തിയിരിക്കുകയാണ്. പൂരനഗരി, അതായത് തൃശ്ശൂർ പൂരനഗരിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തേക്കിൻകാട് മൈതാനമാണ് കേട്ടോ. തേക്കിൻകാട് മൈതാനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ റൗണ്ട് കറങ്ങി വന്ന് ഇപ്പം എനിക്ക് ഇറങ്ങാനുള്ളത് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിലാണ് എനിക്ക് ഇറങ്ങാനുള്ളത്. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് അടുത്ത കണക്റ്റിംഗ് വണ്ടി ഉള്ളത്. ഇതാണ് നമ്മുടെ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ്. പറയുന്ന പേര് പോലെ തന്നെ വളരെ ശക്തമായ ഒരു ബസ് സ്റ്റാൻഡാണ്. നിരവധി ബസ്സുകൾ, ഒരു സമയം എനിക്കൊന്നൊരു 100 ബസ്സോളം നിരത്തിയിട്ടിട്ടുണ്ട്. അതിൽ കൂടുതലും നീല നിറത്തിലുള്ള സിറ്റി സർവീസ് ബസ്സുകളാണ്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ ബസ് ഇടുന്ന ഷെഡും, എനിക്കൊന്നും ഇപ്പം നമ്മളെ ഈ തെക്കൻ കേരളത്തിലൊന്നും ഇങ്ങനെയുള്ള ബസ് സ്റ്റാൻഡുകൾ ഇല്ലെന്ന് തോന്നുന്നു. കൊല്ലത്ത് എന്തായാലും ഇല്ല. കൊല്ലത്ത് ഇങ്ങനെ ബസ്സൊന്നും ഓടിപ്പോണം. പിന്നെ ആണ്ടമുഖത്തൊന്നും ഇതേണ്ടൊക്കെ ഷെൽട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ബസ് എന്നുള്ള നല്ല ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതിൽ അവിടെ ഇറങ്ങി നേരെ നടന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെളിയിൽ ഇറങ്ങി നിന്നാലേ KSRTC ബസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബസ്സിൽ ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഈ കുടക്കടയും അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സാധനങ്ങൾ നിരത്തി. കുട അല്ല, ഇതിനപ്പുറത്ത് പാക്ക് ചെയ്തൊരു സാധനം വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാനുള്ള ആകാംക്ഷ എനിക്ക് അപ്പോഴുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് മറ്റേ പാനിപൂരിയുടെ ആ സാധനമാണ്. അതല്ല, സംഭവം പനത്തിൻ്റെ നൊങ്ങാണ് വച്ചിരിക്കുന്നത്. പനങ്കരിക്കിൻ്റെ സാധനമാണ് വച്ചിരിക്കുന്നത്. അപ്പം ഇവർ ചെറിയ പാക്കറ്റ് 50 രൂപയും വലിയ പാക്കറ്റ് 100 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 50 മതി എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ജ്യൂസ് അടിക്കാനേ കൊള്ളൂ, അതൊന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ വലിയ 100 പാക്കറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്തിനായാലും ഞാൻ അവരിൽ നിന്ന് വലിയ 100 ഒരു പാക്കറ്റ് വാങ്ങിച്ചു. പക്ഷേ വാങ്ങിച്ചത് എന്തായാലും വേസ്റ്റായിപ്പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിത് കഴിച്ചത് 5 മണിക്കാണ്. അപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറി ഒരുമാതിരി ചളിച്ച പുളിച്ച അവസ്ഥയിലായിപ്പോയി. അപ്പം പരമാവധി എൻ്റെ ഈ അനുഭവമാണ്, പരമാവധി ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വാങ്ങിച്ച് അപ്പോഴേ കഴിക്കണം. പാക്ക് വെച്ചിരിക്കുന്നതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും അറിയാം. പക്ഷേ ലൈവായിട്ട് അപ്പോഴാണ് വെട്ടിത്തരുന്നതാണെങ്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല.